ശ്രീ ഗുരുഭ്യോ നമഃ. നവരാത്രിയുടെ 8ാം ദിവസം ആരാധിക്കുന്ന നവദുർഗാഭാവമായ ദേവി മഹാഗൗരി ആത്മാവിനെ ശുദ്ധീകരിക്കുകയും അജ്ഞതയെ അകറ്റുകയും ചെയ്യുന്നു. പരിശുദ്ധി, ക്ഷമ, തേജസ് എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്ന തിളക്കമുള്ള വെളുത്ത നിറമാണ് ദേവിയുടേത്. പരമമായ ബോധത്തിന്റെ ഇരിപ്പിടമായ സഹസ്രാര ചക്രവുമായി ദേവി മഹാഗൗരി ബന്ധപ്പെട്ടിരിക്കുന്നു. ദേവിയെ ആരാധിക്കുന്നത് ആത്മീയമായ അവബോധം വർദ്ധിപ്പിക്കുകയും ഭക്തരെ പ്രബുദ്ധതയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മുൻകാല കർമ്മഭാരങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും ആത്മീയമായ പരിവർത്തനങ്ങൾക്കും ഭക്തർ ദേവി മഹാഗൗരിയുടെ അനുഗ്രഹം തേടുന്നു. ദേവിയുടെ അനുഗ്രഹം സകല പാപങ്ങളെയും ഇല്ലാതാക്കുകയും മോക്ഷം നൽകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കഠിനമായ തപസ്സിലൂടെയും ശുദ്ധീകരണത്തിലൂടെയുമാണ് ദേവി ശ്രീപാർവതി ദേവി മഹാഗൗരിയായി മാറിയതെന്നാണ് ഐതിഹ്യം. ഇരുണ്ട രൂപത്തിൽ നിന്ന് പ്രകാശിക്കുന്ന വെള്ള നിറത്തിലേക്കുള്ള ഈ മാറ്റം അജ്ഞതയിൽ നിന്ന് ദിവ്യജ്ഞാനത്തിലേക്കുള്ള ആത്മാവിന്റെ യാത്രയെയാണ് സൂചിപ്പിക്കുന്നത്. താന്ത്രിക വിദ്യയിൽ ശാന്തമായതും എന്നാൽ ശക്തമായതുമായ ഒരു ശക്തിരൂപമാണ് ദേവി മഹാഗൗരി. ആന്തരികമായ ശുദ്ധീകരണത്തിനും ആത്മീയമായ ശാക്തീകരണത്തിനും വേണ്ടിയാണ് ദേവിയുടെ ഊർജം പ്രയോജനപ്പെടുത്തുന്നത്. ദേവി മഹാഗൗരിയുടെ ദിവ്യശക്തിയുമായി ബന്ധപ്പെടാൻ സാധകർ മന്ത്രങ്ങൾ, യന്ത്രങ്ങൾ, ധ്യാനം എന്നിവ ഉപയോഗിക്കുന്നു. ഈ ആചാരങ്ങൾ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുമിപ്പിക്കാൻ സഹായിക്കുന്നു. ദേവിയുടെ താന്ത്രിക ആരാധന നിഷേധാത്മക ചിന്തകളെ ഇല്ലാതാക്കി ആത്മീയമായ ഒരു പുതിയ ജന്മം നേടുന്നതിൽ ഭക്തനെ സഹായിക്കുന്നു. ദേവിയുടെ ശാന്തമായ ഭാവം മുൻപുണ്ടായിരുന്ന ദേവി കാളരാത്രി പോലുള്ള രൗദ്രരൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമാധാനത്തിലേക്കും ശാന്തതയിലേക്കും ഉള്ള തിരിച്ചുവരവിനെയാണ് സൂചിപ്പിക്കുന്നത്. നവരാത്രി കാലത്താണ് ദേവി മഹാഗൗരിയുടെ ഊർജം ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത്. അതിനാൽ ഈ സമയം ഉള്ളിലെ സ്ത്രീ ശക്തിയെ ഉണർത്താൻ ലക്ഷ്യമിട്ടുള്ള താന്ത്രിക സാധനകൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. അമ്മയുടെ അനുഗ്രഹത്തിനായി നമുക്കേവർക്കും പ്രാർത്ഥിക്കാം. സർവേ ജന സുഖിനോ ഭവന്തു, സമസ്ത സന്മംഗളാനി ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.